എന്തൊക്കെയായിരുന്നു ഏട്ടൻ, അനിയത്തി, ഏട്ടത്തി. അന്ന് നീയും നിന്റെ ഏട്ടനും കൂടി ചേർന്ന് ഞങ്ങളെ ഞങ്ങളുടെ ഏട്ടനിൽ നിന്നും അകറ്റി. ഇപ്പൊ കണ്ടു, നിന്റെ ഏട്ടൻ തന്നെ സ്വന്തം മക്കളുടെ ജീവിതം തകർത്ത് കയ്യിൽ തന്നത്. ഗിരിജ പുച്ഛത്തോടെ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ഗിരിജ നമ്മളോട് പറഞ്ഞത്? എന്റെ മക്കളെ കേട്ടാൽ അന്തസ്സുള്ള തറവാട്ടിൽ നിന്ന് കോടീശ്വരന്മാരായ രാജകുമാരന്മാര് വരും. അവരുടെ കല്യാണം ഇന്നേ വരെ ഈ നാട്ടുകാർ കാണാത്ത രീതിയിൽ നടത്തും. 400 പവന് 4 കോടി രൂപയും കൊടുക്കും. ഇപ്പൊ കണ്ടോ, 4 രൂപ പോലും കയ്യിലില്ല എന്ന് കണ്ട് ഇട്ടെറിഞ്ഞു പോയത്. അതും പറഞ്ഞ് സരോജിനി ഗിരിജയും പൊട്ടിച്ചിരിച്ചു. എന്തൊക്കെ പറഞ്ഞാലും എന്താ അമ്മയെ പോലെ തന്നെ മക്കളുടെ ഗതി. പറഞ്ഞുറപ്പിച്ച വിവാഹം 2 എണ്ണവും മുടങ്ങി. അമ്മയെ കെട്ടാൻ നമ്മുടെ ഏട്ടനുണ്ടായിരുന്നു, മക്കളെ കെട്ടാൻ ഇനി ആര് വരാൻ? നിർത്തടി. വിവാഹം മുടങ്ങിയത് സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുന്ന തന്റെ മക്കളെ നോക്കി പൊട്ടിച്ചിരിക്കുന്നത് സരോജിനിയും ഗിരിജയും കണ്ട് ദേഷ്യം കയറി ഓമന അലറി. വിവാഹം മുടങ്ങി മനസ്സ് തകർന്ന് നിൽക്കുക എന്റെ കുട്ടികൾ. ഈ സമയത്ത് കുത്തി നോവിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ലല്ലേ? മനസാക്ഷി ഉണ്ടോടി? ആഹാ, ആരായി പറയുന്നേ മനസാക്ഷിയെ പറ്റിയൊക്കെ? സരോജിനി പരിഹാസത്തോട് ചോദിച്ചു. ഇതിനേക്കാൾ മനം തോന്ന് ഞാനും അമ്മയും ഇവിടെയുള്ളവരും എല്ലാവരും കരഞ്ഞിട്ടുണ്ട്. നീയും നിന്റെ മക്കളും നിന്റെ ഏട്ടനും കാരണം. ഈ വിവാഹം ശരിയായപ്പോ എന്തായിരുന്നു നിന്റെയൊക്കെ ഭാവം? അഹങ്കരിച്ച് നിൽക്കല്ലായിരുന്നോ? കല്യാണത്തിനൊന്നും ഞങ്ങൾ ആരും പങ്കെടുക്കാൻ പാടില്ല, ഞങ്ങൾക്ക് സ്റ്റാറ്റസ് കുറവാണ് അല്ലേ? എവിടെയാണ് നിന്റെയൊക്കെ സ്റ്റാറ്റസ്? ഗിരിജ പുച്ഛത്തോട് ചോദിച്ചു. ഇവിടെ നിന്ന് ചിലക്കാതെ ഇറങ്ങി പോടി. ഓമന ചീറി. അത് പറയാൻ നീ ആരാടി? ഗിരിജ തിരിച്ചു ചോദിച്ചു. ഇത് എന്റെ ഭർത്താവിന്റെ പേരിലുള്ള വീടാ. ഇവിടെ എനിക്കും എന്റെ മക്കൾക്കുള്ള അവകാശം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കി ആർക്കും. അത് കേട്ട് സരോജനയും ഗിരിജയും പൊട്ടിച്ചിരിച്ചു. നീ എന്താ പറഞ്ഞത്? ഈ വീട് നിന്റെ ഭർത്താവിന്റെ പേരുള്ളതാണെന്നോ? സരോജിനി അത് ചോദിച്ചു വീണ്ടും ചിരിക്കാൻ തുടങ്ങി. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഗിരിജ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാ കേട്ടോ, ഇപ്പോൾ ഈ വാമനൂർ തറവാട്ടിന്റെ അവകാശി ആരാന്നറിയോ? ചന്തുവും ഭാനുവും. എന്താ എന്താ നീ പറഞ്ഞേ? ഓമന മനസ്സിലാവാതെ ചോദിച്ചു. നിനക്ക് മനസ്സിലായില്ലേ? നീ എന്നാ ശരിക്കും കേട്ടോ. അന്ന് നീ അമ്മയുടെ മുന്നിലേക്ക് ഈ വീടിന്റെ ആധാരം വലിച്ചെറിഞ്ഞില്ലേ? ഈ ചിതല് പിടിച്ച പുരാവസ്തു വേണ്ട എന്ന് പറഞ്ഞ് പിറ്റേന്ന് തന്നെ അമ്മ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് ഏട്ടന്റെ പേരിൽ വെച്ച് ഈ വീടിന്റെ അവകാശം മാറ്റി പകരം ഈ വീട് ഭാനുവിന്റെയും ചന്തുവിന്റെയും അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിലേക്ക് മാറ്റി. നീ എന്താ വിചാരിച്ചേ? നിന്നെയും കൂട്ടി ഏട്ടനോട് ഇവിടുന്ന് മാറാൻ അമ്മ പറഞ്ഞത് നിന്റെ സാമർത്ഥ്യം കൊണ്ടാണെന്നോ? അല്ല, ഈ വീട് ഭാനുവിന്റെയും ചന്തുവിനും അവൾക്ക് ഭാവിയിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കോ അവകാശപ്പെട്ടത് കൊണ്ട്. അല്ലാതെ നിന്റെ നാടകം കണ്ടുകൊണ്ടല്ല അമ്മ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അത് ഏട്ടനും ജിത്തുവിനും അറിയാം. പുതിയ ആധാരത്തിന്റെ കോപ്പി ഹരിയേട്ടന് കൊടുത്തതാണല്ലോ. എന്ത് നീ അറിഞ്ഞില്ലേ? ഇതൊക്കെ കേട്ട് ഓമനയും മക്കളും തറഞ്ഞു നിന്നു. കയ്യിലുള്ള സകല സ്വത്തുക്കളും പോയിട്ടും ഏക ആശ്വാസം സ്വന്തമായി ഈ വീടുണ്ടല്ലോ എന്ന വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് ഈ വീട് പണയപ്പെടുത്തി കടം വീട്ടാൻ പറയാതിരുന്നത്. ഇപ്പൊ തങ്ങൾക്ക് സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലെന്ന അറിവ് അവരെ ഞെട്ടിച്ചു കളഞ്ഞു. ഒന്നും പറയാൻ സാധിക്കാതെ നിൽക്കുന്ന ഓമനയും മക്കളെയും കണ്ട് സരോജനയും ഗിരിജയും പുച്ഛിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. ഹരിയെ സ്വന്തം പെങ്ങന്മാരിൽ നിന്നും അകറ്റി നിർത്താൻ നോക്കുമ്പോൾ അറിഞ്ഞില്ല സ്വന്തം സഹോദരൻ തങ്ങളെ കുഴിയിലേക്ക് തള്ളിയിടുകയായിരുന്നു എന്ന്. കർമ്മഫലം അത് തങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയെന്ന് അമ്മയും മക്കളും തിരിച്ചറിഞ്ഞു. വിവാഹം മുടങ്ങിയ സങ്കടത്തിലായിരുന്നു അവർ. നളിനിയുടെ സുഹൃത്ത് വിശ്വനാഥ അയ്യരുടെ സഹായത്തോടെ ആ വിവാഹം നടത്താൻ പറ്റുമോ എന്ന് അമ്മയും മക്കളും നോക്കി. പക്ഷെ അന്ന് പറഞ്ഞ വാക്ക്, ഒരിക്കലും വീണയുടെയും വിവാഹകാര്യത്തിൽ ആരും ഇടപെടില്ല. അതോടെ അത് കഴിഞ്ഞു. ഉണ്ണി തെങ്കാശിയിൽ നിന്ന് വരാൻ ഇനിയും 10 ദിവസമാവുമെന്ന് അറിഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം ഫോണിൽ വിഹാന്റെയും വികാസിന്റെയും ഫോട്ടോ നോക്കുമായിരുന്നു അവർ. അവരുടെ കണ്ണുകൾ ഞെട്ടിക്കൊണ്ട് വിടർന്നു. വിഹാനും വികാസും 2 പെൺകുട്ടികൾക്ക് റിങ് ഇട്ട് കൊടുക്കുന്നു. അവരുടെ എൻഗേജ്മെന്റ് ആയിരുന്നു ഇന്നലെ. കൂടെയുള്ള പെൺകുട്ടികളെ കണ്ടാണ് വിശ്വസിക്കാൻ സാധിക്കാത്തത്. അവരുടെയും പല്ലവിയുടെ സുഹൃത്തുക്കൾ നമിതയും നീതുവും. അവരുടെ പേരൻസ് വിഹാന്റെയും വികാസിന്റെയും ഹോസ്പിറ്റലിൽ മേജർ ഷെയർ ഹോൾഡേഴ്സ് ആണെന്നറിയാം. വിഹാനും വികാസുമായി അവർക്കൊരു റിലേഷൻഷിപ്പിന് ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ അവരെ നേടിയെടുക്കാൻ ഇറങ്ങിയത്. അവരുമായി എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ നമിതയെയും നീതുവിനെ ഒളിഞ്ഞും തെളിഞ്ഞും കളിയാക്കിയിരുന്നു, പരിഹസിച്ചിരുന്നു. ഇന്ന് ആ പരിഹാസവും കളിയാക്കളും തങ്ങളെ നോക്കി പല്ലളിക്കുന്നത് പോലെ തോന്നി. എത്ര സന്തോഷത്തിലാ അവർ. തങ്ങളുമായി വിവാഹം വേണ്ട എന്ന് വെച്ചതിന്റെ ഒരു ദുഃഖം പോലും അവർക്കില്ലേ? ഇത്ര പെട്ടെന്ന് അവർ തങ്ങളെ മറന്നോ? അത്രേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് ഞങ്ങളോടുള്ള സ്നേഹം. ഞങ്ങളോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ എന്തിനു വിവാഹത്തിന് സമ്മതിച്ചു? പണത്തിനും സ്റ്റാറ്റസിനും വേണ്ടി മാത്രമായിരുന്നു ഞങ്ങളുമായുള്ള ബന്ധം. വേണിയുടെയും വീണയുടെയും മനസ്സിൽ ചിന്തകൾ കാടുകയറി. ഒടുവിൽ അവരുടെ മനസ്സിൽ നളിനി ചോദിച്ച ചോദ്യം ഓർമ്മ വന്നു. അന്നത്തെ നളിനിയുടെ ചോദ്യത്തിന് ഇല്ല, അതിന് ഒരു ഉത്തരം മാത്രമാണ് ഇന്ന് അവർക്ക് കിട്ടിയത്. കണ്ടില്ലേ, നമ്മളെ ഉപേക്ഷിച്ച് എത്ര സന്തോഷത്തോടെ അവരുടെ കൂടെ നിൽക്കുന്നത്? വീണ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊന്നും കണ്ട് നമ്മൾ തളരരുത് വീണേ. നമുക്കിനി ഒന്നിൽ നിന്ന് തുടങ്ങണം. അവർക്കൊക്കെ തോന്നലുണ്ട് അവരെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ വിഷമിച്ചിരിക്കുകയാണെന്ന്. അതങ്ങനെയല്ലെന്ന് തെളിയിക്കണം. നമ്മളെല്ലാവരും മുന്നേ തോറ്റു നിൽക്കുകയാണ്. ഇനി നമുക്ക് ജയിച്ചേ പറ്റൂ.
അവരെക്കാൾ എന്തുകൊണ്ടും ബെറ്ററായ ഒരാളുമായി വേണം നമ്മുടെ വിവാഹം നടത്താൻ. അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. നീ എന്തൊക്കെയാ വേണി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. നീ കാര്യങ്ങൾ തെളിച്ചു പറ. നമുക്കുടനെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോണം. എങ്ങനെയെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ആക്കണം. അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും വിദേശത്ത് പോകണം. കാനഡയിലോ അമേരിക്കയിലോ സ്വിറ്റ്സർലാൻഡിലോ അങ്ങനെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം. പിന്നെ അവിടെയുള്ള ഏതെങ്കിലും സിറ്റിസൺഷിപ്പ് ഉള്ള ഒരാളെ വിവാഹം കഴിച്ച് അവിടെ തന്നെ ജീവിതം സെറ്റാക്കണം. പിന്നെ ഈ ജന്മത്ത് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. നമ്മൾ തോറ്റു എന്ന് വിചാരിച്ചവരുടെ മുന്നിൽ നമുക്ക് ജയിക്കണം വീണേ. അത് കേട്ട് വീണയ്ക്ക് സങ്കടം മാറി ആത്മവിശ്വാസം വന്നു. പക്ഷെ നമ്മളിനി എങ്ങനെ അവിടെ പോകും? നമ്മളെ പഠിപ്പിക്കാൻ അച്ഛന്റെ കയ്യിൽ കാശില്ലല്ലോ. അത് മാത്രമല്ല, നമ്മളെ അങ്ങോട്ട് വിടില്ല. അതൊക്കെ വിടും. നമ്മുടെ പഠിത്തത്തിന്റെ കാര്യമായതുകൊണ്ട് വിടും. ആരുടെയും കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല. നമുക്ക് നമ്മുടെ ഉദ്ദേശം നേടിയെടുക്കണം. എങ്ങനെയെങ്കിലും തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോണം. പക്ഷെ ഫീസ്, അതിനൊരു വഴി പറ നീ. അതിനൊക്കെയുള്ള വഴി എന്റെ കയ്യിലുണ്ട്. നീ അമ്മയെ വിളിച്ചുകൊണ്ട് വാ. വേണി പറഞ്ഞതനുസരിച്ച് വീണ ഓമനെ വിളിച്ചുകൊണ്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഓ, ഇപ്പൊ വിടും നിങ്ങളെ. കൈ ചില്ലി കാശില്ല. ആ നായന്റെ മോന്റെ വാക്കും കേട്ട് എല്ലാവരെയും വെറുപ്പിച്ചു. ഒരിക്കലും ഗുണം പിടിക്കലേ, നശിച്ച് കുത്തോടെ എടുക്കും അവനവന്റെ കുടുംബവും. അമ്മ, ഞാൻ പറഞ്ഞത് അച്ഛനോട് പറയോ ഇല്ലേ? നിനക്ക് എന്താ ബോധമില്ലേ കൊച്ചെ? നിങ്ങളെ പഠിപ്പിക്കാനുള്ള ലക്ഷ്യങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അതിനാരും ഇവിടെ അച്ഛനോട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ ഓമന സംശയത്തോടെ ചോദിച്ചു. അമ്മേ, അച്ഛമ്മയ്ക്ക് ഒരുപാട് വലിയ ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ? അവരാരെങ്കിലും അച്ഛമ്മ ഞങ്ങളുടെ സ്പോൺസർ ആക്കിക്കൂടെ? എന്ന് വെച്ചാൽ? ഓ എന്റെ അമ്മേ, വേണി പറഞ്ഞത് എന്താ? അച്ഛമ്മയുടെ ഫ്രണ്ട്സിനോട് ആരെങ്കിലും ഞങ്ങളുടെ പഠിത്തത്തിനുള്ള ചെലവ് ഏറ്റെടുക്കാൻ പറയുമോ എന്ന്. പല പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് ഇതേപോലെ ആൾക്കാർ അവരുടെ പഠിത്തത്തിന്റെ ചെലവ് ഏറ്റെടുക്കും. ഇതേപോലെ ഞങ്ങളുടെ പഠിത്തത്തിന്റെ ചെലവ് ആരെങ്കിലും കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ സ്പോൺസർ ചെയ്യാൻ അച്ഛമ്മയോട് ആവശ്യപ്പെടുമോ എന്നാ. അമ്മേ, അമ്മ വിചാരിച്ച എനിക്കും വീണയ്ക്കും ബാംഗ്ലൂർ പോയി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ രക്ഷപ്പെടാൻ പോകുന്നത് നമ്മളാ. ഇപ്പൊ കോളേജ് ക്യാമ്പസ് പ്ലേസ്മെന്റ് വിദേശത്ത് നടക്കുന്നുണ്ട്. എക്സാം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാനഡയിലോ US-ലോ അവിടെ പോയിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ നടന്നാൽ അമ്മയും കൂടെ കൂട്ടി അങ്ങോട്ട് പോകാം. വെറും 2 വർഷം കൂടിയേ ഉള്ളൂ ഇനി. അതുവരെ ഇവിടെ പിടിച്ചു നിർത്തണം. അത് കഴിഞ്ഞ് നമുക്ക് ജീവിതം അവിടെ ജീവിക്കാം. അത് കേട്ട് ഓമനയുടെ മുഖം തെളിഞ്ഞു വന്നു. ഇതൊക്കെ നടക്കൂ? നടക്കൂ അമ്മ. വേണി പറയുന്ന പോലെ പറഞ്ഞാൽ മതി. സ്പോൺസർഷിപ്പ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. അച്ഛമ്മ തന്നെ അതിനുള്ള വഴി. ആ വഴി നോക്കാം. പക്ഷെ നിങ്ങൾ അച്ഛമ്മയും അച്ഛനും ഇതിൽ സമ്മതിക്കോ? അതൊക്കെ സമ്മതിക്കും. എന്തൊക്കെ കാര്യത്തിൽ വന്നാലും ഞങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിന് അച്ഛമ്മയ്ക്ക് എതിരഭിപ്രായം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അനുസരിച്ച് ഞങ്ങൾ പഠിച്ച് രക്ഷപ്പെടുന്നതിനോട് അച്ഛമ്മയ്ക്ക് യോജിപ്പുണ്ടാവും. അതേ അമ്മേ, വേണി പറഞ്ഞതുപോലെ ചെയ്യാം. അത് മാത്രമല്ല, നമ്മുടെ ഈ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് സഹതാപം വഴി നമുക്ക് ചിലപ്പോൾ സ്പോൺസറിനെ കിട്ടാൻ എളുപ്പമാവും. മക്കളുടെ ഉപദേശം കേട്ട് ഓമന ഈ കാര്യം പറയാൻ തീരുമാനിച്ചു. ഒരു ദിവസം വൈകുന്നേരം ഹാളിൽ ഒത്തുകൂടിയിരുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ വിഷയം ഓമന എടുത്തിട്ടു. മക്കളുടെ പഠിത്തത്തിന്റെ കാര്യമായതുകൊണ്ട് ആരും തള്ളിപ്പറയില്ല എന്ന അമിത വിശ്വാസം ഉണ്ടായിരുന്നു. അമ്മ ഒന്നും പറഞ്ഞില്ല. ഇവൻ ഇവിടെ നിർത്തിയാൽ ഇവരുടെ ഭാവി. പത്രം വായിച്ചുകൊണ്ടിരുന്ന നളിനിയുടെ മുന്നിൽ ചെന്ന് പറഞ്ഞു ഓമന. ഹരിക്ക് ആ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എത്തും പിടിയുണ്ടായിരുന്നില്ല. ഇത്ര ദിവസം ഈ പൊല്ലാപ്പിന്റെ ഇടയിൽ അവരുടെ പഠിത്തത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ചന്തവും ഭാനും അവിടെ ഉണ്ടായിരുന്നു. സരോജിനെ ഗിരിജയെ ഒന്നും മിണ്ടാതെ നിന്നു. അച്ഛമ്മ ഒന്നും പറഞ്ഞില്ല. സാധാരണ അച്ഛമ്മയാണല്ലോ ഞങ്ങളുടെ പഠിത്തത്തിന്റെ കാര്യത്തിൽ തീരുമാനമൊക്കെ എടുക്കാറുള്ളത്. വേണി വിനയത്തോട് ചോദിച്ചു. അച്ഛമ്മ എന്ത് പറയുന്നു അതുപോലെ ഞങ്ങൾ അനുസരിച്ചോളാം. അച്ഛമ്മ പണ്ട് പറഞ്ഞ പോലെ ഇനി പഠിത്തം കഴിഞ്ഞു ഒരു ജോലിയായിട്ട് ഞങ്ങൾ വിവാഹത്തെപ്പറ്റി ചിന്തിക്കും. വീണയും വിനയത്തോടെ പറഞ്ഞു. അതൊക്കെ കേട്ട് നളിനി പുച്ഛിച്ചു. ഇനിയിപ്പോ ബാംഗ്ലൂർ പോയിട്ട് ഏത് ചെക്കന്മാരുടെ പിന്നാലെ പോകാനാവോ എന്ന് ആർക്കറിയാം? ഗിരിജ എങ്ങോ നോക്കി ചോദിച്ചു. അത് കേട്ട് അമ്മയും മക്കൾക്കും ദേഷ്യം വന്നു. പക്ഷെ ഒരക്ഷരം മിണ്ടാതെ നിന്നു. ആർക്കറിയാം ഗിരിജയെ, ഇനിയിപ്പോ കണ്ടുവെച്ചിട്ടാണോ പോകാനുള്ള തയ്യാറെടുപ്പെന്ന് സരോജിനിയും പറഞ്ഞു. ഗിരിജയും സരോജിനിയോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു വഴക്കുണ്ടായ അത് അവർക്ക് തന്നെയാണ് ദോഷമെന്ന് അറിയാവുന്നത് കൊണ്ട് ഒരക്ഷരം മിണ്ടിയില്ല. എന്താ ഇവിടെ? ഓഫീസിൽ നിന്ന് എത്തി കുളി കഴിഞ്ഞ് വന്ന ജിത്തു ചോദിച്ചു. ഒന്നുമില്ല ജിത്തു, നിന്റെ അമ്മയും പെങ്ങന്മാരും വന്ന് ഞങ്ങളുടെ അമ്മയുടെ കാലി വീണിരിക്കാം, സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്. എന്ത് സഹായത്തിനാണ് ഇവർ അഭ്യർത്ഥിച്ചത് ഗിരിജമ്മായി? അതോ നിന്റെ പെങ്ങന്മാർക്ക് തിരിച്ച് ബാംഗ്ലൂർ പോയിട്ട് പഠിക്കണം. അതിനുവേണ്ടി ഇവർക്ക് അമ്മയുടെ പരിചയത്തിൽ ഒരു സ്പോൺസറിനെ ഒപ്പിച്ചു കൊടുക്കുമോ എന്നാണ് അഭ്യർത്ഥന. ഓ, അതായിരുന്നോ കാര്യം? ഇക്കാര്യം ഞാൻ നേരത്തെ ആലോചിച്ചതാ. എന്തൊക്കെയായാലും പഠിത്തം നിർത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സ്പോൺസർ അന്വേഷിച്ചിരുന്നു. ചിത്തു സോഫയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. അത് കേട്ട് വീണയും വേണിയും സന്തോഷത്തോടെ ഓമനയെ നോക്കി. ചന്തു ഇത് കേട്ട് സംശയത്തോടെ ജിത്തുവിനെയും നോക്കി. സരോജിനെയും ഗിരിജയും ഇഷ്ടപ്പെടാതെ നിന്നു. നളിനിയും ഹരിയും ജിത്തുവിനെ നോക്കി. സത്യമാണോ ഏട്ടാ? ഞങ്ങൾ പഠിപ്പിക്കാൻ സ്പോൺസറിനെ കിട്ടിയോ? വേണി ആഹ്ലാദത്തോടെ ജിത്തുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു. കിട്ടി. ആരാ ഏട്ടാ? ഏട്ടന് നന്നായി അറിയാവുന്ന ആളാണോ? വീണ സന്തോഷത്തോടെ ചോദിച്ചു. എന്റെ ഫ്രണ്ടിന്റെ അച്ഛനാണ്. ആളൊരു അബ്കാരി കോൺട്രാക്ടറാണ്.
ആ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മോനെ അടുത്ത ആഴ്ച തന്നെ ഇവര് ബാംഗ്ലൂരിലേക്ക് പൊക്കോട്ടെ അല്ലേ? ഓമന ചോദിച്ചു. പോകാം. അതിനു മുന്നേ 2-3 കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ആകെ കൂടി എത്ര സെമസ്റ്റർ ആണുള്ളത്? 9 സെമസ്റ്റർ, 1 വർഷം ഇന്റേൺഷിപ്പും. ഏട്ടാ, വീണ പറഞ്ഞു. നിങ്ങളുടെ എത്ര സെമസ്റ്റർ കഴിഞ്ഞു? 6 സെമസ്റ്റർ കഴിഞ്ഞു ഏട്ടാ, വേണിയും പറഞ്ഞു. അതിന്റെ എല്ലാം റിസൾട്ട് വന്നില്ലേ? ഇത്തവണ ജിത്തുവിന്റെ ചോദ്യത്തിന് ഗൗരവം ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വേണിയും വീണയുടെ സന്തോഷം മുഖത്ത് നിന്ന് പതിയെ മായാൻ തുടങ്ങി. അവര് പരസ്പരം നോക്കി മെല്ലെ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്, ഈ കഴിഞ്ഞ 6 സെമസ്റ്റർ റിസൾട്ട് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തോണ്ട് വാ, ഇപ്പോൾ ഈ നിമിഷം തന്നെ, ജിത്തു ഗൗരവത്തോടെ പറഞ്ഞു. അത് കേട്ടതും വേണിയുടെയും വീണയുടെയും നെഞ്ചിടിപ്പ് കൂടി. അവർ ഉമിനീർ ഇറക്കി നിന്നു. ഏട്ടാ, അത് എന്തിനാ ഞങ്ങളുടെ റിസൾട്ട് ഇപ്പോ? വേണി ചോദിച്ചു. ഈ സ്പോൺസർഷിപ്പ് അങ്ങനെ വെറുതെ ചെയ്യുന്നതല്ല. സ്പോൺസർ ചെയ്യുന്ന കുട്ടിയുടെ അക്കാദമിക് പെർഫോമൻസ് എന്താണെന്ന് സ്പോൺസേഴ്സിന് അറിയണം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് പ്രിന്റ് ഔട്ട് എടുത്തോണ്ട് വാ. ഏട്ടാ, അത് ഹോൾ ടിക്കറ്റ് നമ്പർ ഞങ്ങളുടെ കയ്യിലില്ല, വേണി തട്ടിത്തടഞ്ഞു പറഞ്ഞു. അത് കേട്ട് ചിത്തു അവരുടെ രണ്ടുപേരുടെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. ശരി, ഞാൻ യൂണിവേഴ്സിറ്റിക്ക് വിളിച്ച് ചോദിക്കാം. നമ്പർ മാത്രമല്ല, നിങ്ങളുടെ 6 സെമസ്റ്റർ റിസൾട്ട് അറിയാനും പറ്റും. വേണോ? ആ ചോദ്യത്തിന് വേണിയും വീണയും മിണ്ടാതെ പേടിച്ചു നിന്നു. 5 മിനിറ്റ് സമയം തരും. ഹോൾ ടിക്കറ്റ് നമ്പർ എടുത്തോണ്ട് വാടി, ജിത്തു അലറി. ചന്തു, നീ എന്റെ റൂമിലിരിക്കുന്ന ലാപ്ടോപ്പ് എടുത്തോണ്ട് വാ. ജിത്തുവിന്റെ ഈ പെരുമാറ്റത്തിൽ എന്തോ കാര്യമുണ്ടെന്നറിഞ്ഞ് നളിനിയും ഹരിയും അവിടെ തന്നെ ഇരുന്നു. സരോജിനിയും ഗിരിജയും കാര്യം അറിയാതെ പരസ്പരം നോക്കി. ഓമന കാര്യം അറിയാൻ വേണ്ടി പെൺമക്കളുടെ പിന്നാലെ മുറുക്കി പോകാൻ നിന്നു. അമ്മ അവിടെ നിൽക്ക്, അവരിങ്ങോട്ട് തന്നെയാ വരാൻ പോകുന്നത്. ചിത്തു ഇരുന്നുകൊണ്ട് തന്റെ ലാപ്ടോപ്പ് തുറന്ന് നെറ്റ് ഓണാക്കി. വേണയും വീണയും പേടിച്ചുകൊണ്ട് ഹോൾ ടിക്കറ്റ് നമ്പർ ജിത്തുവിന് കൊടുത്തു. ചിത്തു ഹോൾ ടിക്കറ്റ് നമ്പർ അടിച്ചു കൊടുത്ത് അവരുടെ ഓരോ സെമസ്റ്ററും റിസൾട്ട് പ്രിന്റ് ഔട്ട് എടുത്തു. ചന്തു പ്രിന്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അവരുടെ സെമസ്റ്റർ റിസൾട്ട് മാറി മാറി നോക്കി. എന്നിട്ട് വേണയും വീണയും നോക്കി. ബാംഗ്ലൂരിൽ ആഘോഷിക്കാൻ പോകാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി പോവാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ചന്തു പറഞ്ഞു. എന്താ മോളെ കാര്യം? ഗിരിജ ചന്തുവിന്റെ അടുത്ത് വന്ന് സ്വകാര്യമായി ചോദിച്ചു. ചന്തു വെറുതെ ഒന്ന് അവരെ നോക്കിയല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. വേണയും വീണയും പേടിച്ച് വിറച്ചു നിന്നു ചിത്തുവിന്റെ കയ്യിലുള്ള ചൂരൽ കണ്ടപ്പോൾ. നിനക്കൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടി പഠിക്കാൻ പോണം അല്ലേടി? അതും ചോദിച്ച് ചിത്തു അവരെ തലങ്ങും വിലങ്ങും അടിച്ചു. വേണയും വീണയും കരഞ്ഞുകൊണ്ട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. എടാ, അവരെ അടിക്കല്ലേ? ഓമന ഒച്ച വെച്ചു. മിണ്ടരുത്, നിങ്ങൾ ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. നിങ്ങൾ ഒറ്റ ഒരുത്തിയാണ് എല്ലാം നശിപ്പിച്ചത്. ഇവിടെ അച്ഛനെ എല്ലാ വിധത്തിലും നശിപ്പിച്ചിട്ട് ഇവർക്ക് ബാംഗ്ലൂർ പോണം ജീവിതം ആസ്വദിക്കാൻ. അച്ഛന്റെ കഷ്ടപ്പാടോ എന്റെ കഷ്ടപ്പാടോ ഇവർക്കറിയണ്ട. ഇവർക്ക് ഇവരുടെ കാര്യം മാത്രം. കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ അറിയാതെ വളർത്തി വഷളാക്കി ഞങ്ങളുടെ മനസമാധാനം കളയാൻ. അതിന് മാത്രം എന്താ ചെയ്തതെന്നോ? അവിടുന്ന് പഠിച്ചെന്തോ ആയിട്ട് വരണമെന്ന് പറഞ്ഞിട്ടില്ലേ ബാംഗ്ലൂരിലേക്ക് പോയത്? ദേ നോക്ക്, മക്കളുടെ റിസൾട്ടാണ്. ആദ്യത്തെ 2 സെമസ്റ്റർ ഒഴിച്ച് ബാക്കി 4 സെമസ്റ്റർ ഒരു വിഷയം പോലും പാസ്സായിട്ടില്ല. ഒരൊറ്റ പേപ്പർ പോലും പാസ്സായിട്ടില്ല. ഓമനയുടെ മുന്നിലേക്ക് പേപ്പറുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഓമന അത് കേട്ട് വാ പൊളിച്ച് മക്കളെ നോക്കി. സരോജിനിയും ഗിരിജയും പൊട്ടി വന്ന ചിരി അടക്കി വെച്ചു. 4 അക്ഷരം പഠിക്കാൻ പോയിട്ട് അത് ചെയ്യാതെ ഇവൾക്കൊക്കെ അവിടെ എന്ത് ചെയ്യായിരുന്നു? കണ്ട ആണുങ്ങളുടെ പിന്നാലെ നടന്നു, അല്ലാതെ എന്ത്? ഗിരിജ പുച്ഛത്തോടെ പറഞ്ഞു. സ്പോൺസർഷിപ്പ് കിട്ടി പഠിക്കാൻ പോകത്തിന്റെ കുറവ് കൂടിയേ ഉള്ളൂ. നീയൊക്കെ എന്താടി വിചാരിച്ചത്? നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ലെന്നോ? അച്ഛൻ ബിസിനസ് തിരക്കായതുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കില്ല. നിങ്ങൾ അവിടെ എന്ത് ചെയ്തു കൂട്ടിയാലും അമ്മ അല്ലാതെ വേറെ ആരും അറിയില്ല. നീയൊക്കെ പഠിക്കാൻ പോയ മുതൽ നിന്റെ കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കാൻ എനിക്ക് അവിടെ ഒരാളുണ്ടായിരുന്നു. എന്റെ സുഹൃത്ത് ഹൈസാലിന്റെ അനിയൻ നിങ്ങളുടെ ഒപ്പം തന്നെയാ പഠിക്കുന്നത്. നീയൊക്കെ ചെയ്തു കൂട്ടിയതല്ല അപ്പം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഏതുവരെ പോകുമെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തു നിന്നത്. നീയൊക്കെ 5-6 സെമസ്റ്റർ എക്സാം എഴുതാൻ പോലും പോയിട്ടില്ല, എന്നിട്ട് പഠിക്കാൻ പോകണം പോലും. ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ അമ്മയും മക്കളും തല താഴ്ത്തി നിന്നു. ജിത്തു 4 ടിക്കറ്റ് ബാംഗ്ലൂരിലേക്ക് ബുക്ക് ചെയ്യും. ബാംഗ്ലൂർ പോയി TC വാങ്ങണം. ഡൊണേഷൻ കൊടുത്ത 6 ലക്ഷം രൂപ തിരിച്ചു കിട്ടുമല്ലോ. ആ പൈസ കൊണ്ട് കടയുടെ കാര്യങ്ങൾ തുടങ്ങാം. പിന്നൊന്നും പറയാതെ ഹരി ഉള്ളിലേക്ക് പോയി. പിന്നാലെ ഓരോരുത്തരും. വേണയും വീണയും പരസ്പരം നോക്കി. ഹരിയും ജിത്തു ബാംഗ്ലൂർക്ക് വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ ഓർത്ത് അവർ പേടിച്ചു നിന്നു. ഇനി എന്ത് ചെയ്യും? എന്നാൽ അവരെ തന്നെ നോക്കിക്കൊണ്ട് ചന്തു അവിടെ ഉണ്ടായിരുന്നു. അവരുടെ മുഖഭാവം കണ്ട് ഇനിയും എന്തൊക്കെയോ ബാക്കിയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ബാംഗ്ലൂർ പോയി വന്ന ഹരി മകളെ പൊതിരെ തല്ലി. കാര്യം അന്വേഷിച്ചപ്പോഴാണ് ബാക്കി എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞത്. 6 ലക്ഷം രൂപ ഡൊണേഷൻ കൊടുത്ത പൈസ കിട്ടില്ല. മാത്രമല്ല ഹോസ്റ്റൽ ഫീസ് അടക്കം 2 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട് എന്ന്. വീണയും ആ പൈസ കൊണ്ട് ദൂർത്തടിച്ചു നടന്നു. കട തുടങ്ങാൻ കടമായി വാങ്ങിയ 2 ലക്ഷം രൂപയും കൈവിട്ടു പോയി. ഞാൻ ചെയ്ത തെറ്റെന്താണെന്നറിയോ? സോമൻ ചന്തുവിനോട് ചെയ്ത പോലെ അടിച്ചും പട്ടിണിക്കിട്ടും ഒരു തരി സ്നേഹം പോലും കാണിക്കാതെ വളർത്തണമായിരുന്നു. പെൺകുട്ടികളാണ്, ഇരട്ടകളാണ് എന്നറിഞ്ഞപ്പോൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. എനിക്ക് കിട്ടിയത് 2 മഹാലക്ഷ്മികളെയാണെന്ന് പറഞ്ഞ് സന്തോഷിച്ചു, അഭിമാനിച്ചു. പക്ഷെ അന്നൊന്നും അറിഞ്ഞില്ലല്ലോ എനിക്ക് കിട്ടിയത് മൂദേവികളെയാണെന്ന്.
എന്തിനാ ഈശ്വര എനിക്ക് ഇങ്ങനെ രണ്ടെണ്ണത്തിന് തന്നത്? കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്ത് പാപമാ ചെയ്തത്? ഇത് അച്ഛന്റെ കുറ്റമൊന്നുമല്ല അച്ഛാ, വെറുതെ ഇരുന്ന് സമയാസമയം ഭക്ഷണം മുന്നിലേക്ക് എത്തുന്നതുകൊണ്ടുള്ള പ്രശ്നമാ. ചിത്തു ദേഷ്യത്തോടെ പറഞ്ഞു. സരോജിനി, ഗിരിജെ, നാളെ മുതൽ ഈ വീട്ടിലെ പണി അമ്മയും മക്കളെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങളുടെ. ചാണകം വാരാനും പശുവിനെ നോക്കാനും മുറ്റം അടിച്ചു വാരാനും പാത്രം കഴുകാനും ഭക്ഷണം ഉണ്ടാക്കാനും വീട് തുടയ്ക്കാനും തുണി കഴുകാനും അങ്ങനെ ഈ വീട്ടിലെ എല്ലാ പണിയും ഇവർ ചെയ്തിരിക്കണം. അതല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തേക്കരുത്. പിന്നെ അമ്മയും മക്കളും കേൾക്കാനായി പറയാം, ഈ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ ഇറങ്ങിക്കോണം. എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നവരെ വെറുതെ വീട്ടിലിരുത്തി ഊട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒരു കാര്യം കൂടി, 2 ദിവസം കഴിഞ്ഞാൽ ഉണ്ണി വരും. അവൻ പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞ ആശ്രമത്തിലേക്ക് മാറാൻ അമ്മയും മക്കളും തയ്യാറായി നിന്നു. ജീവിതകാലം മുഴുവൻ ഇനി അവിടെയാ നിങ്ങളുടെ താമസം. അതും പറഞ്ഞ് ഹരി ഉള്ളിലേക്ക് പോയി. പിന്നാലെ ബാക്കിയുള്ളവരും. സരോജിനി, ഗിരിജയും ഓമനയും മക്കളെ നോക്കി വിജയെ ചിരിച്ചിരിച്ചു.